കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു ഫലം നിശ്ചയമായിട്ടും ഉണ്ടാവും. BJPയുടെ കൈവശം ഉണ്ടായിരുന്ന കഴക്കൂട്ടം മണ്ഡലത്തിലെ ഏതാനും സീറ്റുകൾ LDF ഇപ്രാവശ്യം നേടും. അതിന് അനുരോധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് BJP കൈകാര്യം ചെയ്തിരുന്ന സീറ്റുകളിൽ തന്നെ നടക്കുന്നത്. അത്തരം സീറ്റുകൾ കൂടെ കിട്ടുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. മെച്ചപ്പെട്ട ഒരു ഫലം തന്നെ നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഒന്ന്, കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കെടുക്കാം. തിരുവനന്തപുരം നഗരസഭയിലുണ്ടായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമാണ് നമ്മൾ പറയുന്നത്. 2 ടേമിലുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ. അതിലേറ്റവും അവസാനം പിന്നെ ആര്യയുടെ നേതൃത്വത്തിലുള്ള 5 വർഷക്കാലത്തെ നഗരസഭാ ഭരണം, അത് വളരെ മെച്ചപ്പെട്ട ഭരണമായിരുന്നു യഥാർത്ഥത്തിൽ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. 2, ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് വലിയ മതിപ്പാണ്. സർക്കാരിൻ്റെ 10 വർഷം തികയുമ്പോൾ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ആളുകളുടെ ഇടയിൽ നല്ല മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വോട്ടായി മാറും എന്ന് തന്നെയാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. അല്ല, ഈ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേവലമായിട്ടുള്ള നഗരസഭ പരിധിക്കകത്ത് വരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, വാർഡിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ഈ തലസ്ഥാന നഗരത്തിലെ നഗരസഭ എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ. അതിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പൊതുവികാരമാണ് ഉണ്ടായിട്ടുള്ളത്. സമീപകാലത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ സുതാര്യമാണെന്ന് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ തന്നെ ഈ ശബരിമല ഇഷ്യൂ തന്നെ എടുത്ത് വെച്ച് നോക്കിയാൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഹൈക്കോടതി നിയോഗിച്ച ഒരു SIT നടത്തുന്നതായിട്ടുള്ള അന്വേഷണ സംവിധാനത്തോട് ഗവൺമെൻറ് സമ്പൂർണ്ണമായിട്ടും സഹകരിക്കുകയാണ് ചെയ്യുന്നത്. അക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഗവൺമെൻറ് തയ്യാറല്ല. അപ്പോൾ അതെല്ലാം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കള്ളപ്രചാരവേല നമ്മുടെ സംസ്ഥാനത്ത് 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന പോലെ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ BJP UDF എല്ലാം കൂടെ നടത്തുന്നുണ്ട്. പക്ഷേ